എല്ലാ മറ്റന്മാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1147 സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിൽ നോക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയുന്നത്. നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കാണാറുണ്ട്, പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് പോകാറ്. ഞാൻ വേണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കാം. ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ കിട്ടുന്ന മോട്ടിവേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം 3000-ഓളം പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിന് വളരെ താങ്ക്സ്. അപ്പോൾ തുടർന്ന് ഇതുപോലെ തന്നെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിങ്ങളിൽ പലരും വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇനി വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വരുന്നത് തിങ്സ് ദാറ്റ് വി ഫിയർ എന്നാണ്. അതുപോലെ കവർ സ്റ്റോറിയിൽ വരുന്നത് റൈസ് ഓഫ് ഫൈൻഡിങ് യാമട്ടോ ആസ് എ ഗിഫ്റ്റ് ബിക്കോസ് ഷീ ഡിഫീറ്റഡ് ഹൂസ് ഹൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈസോ യാമട്ടോനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, കാരണം നമ്മുടെ ഹൂസുവിനെ ഡിഫീറ്റ് ചെയ്തതുകൊണ്ട്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ വി സി എ ഫ്ലാഷ് ബാക്ക് വാട്ട് ഹാപ്പൻഡ് ബിഫോർ സമേഴ്സ് അറ്റാക്ക്ഡ് റോബിൻ ആൻഡ് സോൾസ് ടെൽസ് റോബിൻ ദാറ്റ് ഗോഡ്സ് നൈറ്റ്സ് ആർ ഇമ്മോർട്ടൽ ആൻഡ് ഹാർട്ട് ബീറ്റ് സോ ദേ മസ്റ്റ് ഹൈഡ് ആൻഡ് ഹെൽപ്പ് ദ ചിൽഡ്രൻ. ആദ്യം തന്നെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ സമേഴ്സ് നമ്മുടെ റോബിനെയും അതുപോലെ തന്നെ സോളിനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സോള് നമ്മുടെ റോബിനോടൊക്കെ പറയുന്നൊരു കാര്യം. സോള് നമ്മുടെ റോബിനോട് പറയാണ് നമ്മുടെ ഗോഡ്സ് നൈറ്റ് ഇമ്മോർട്ടലാണ്, അപ്പോൾ അവരെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികളെയൊക്കെ സംരക്ഷിക്കണമെന്ന്. പിന്നെ ഇവിടെ സീന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഗംഗു ട്രാപ്സ് സ്ട്രോ ഹാറ്റ്സ്, സീസ് ബ്രൂക്ക് ആൻഡ് റിയലൈസ് ഹൂ ഈസ് ഹീ. ഷീ പുട്ട്സ് ഹെർ ഫുട്ട് ഓൺ ഹിം ആൻഡ് ഡിമാൻഡ്സ് ഹീ ബി ഹെർ മ്യൂസിക് സ്ലേവ് ബട്ട് ഹീ റിഫ്യൂസസ് ബിക്കോസ് ഹീ സോൺ അലഗെയിൻസ്റ്റ് ടു ലൂഫി. ഇന്നത്തെ തീമിൽ നമ്മുടെ ഗംഗുവായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന സ്ട്രോ ഹാറ്റ്സിനൊക്കെ നമ്മുടെ ഗംഗു ട്രാപ്പ് ചെയ്യുമോ. അതിനുശേഷം ബ്രൂക്കിനെ കണ്ടതിന് ശേഷം ബ്രൂക്ക് ആരാണെന്ന് മനസ്സിലാക്കും. അതിനുശേഷം നമ്മുടെ ഗംഗു നമ്മുടെ ബ്രൂക്കിൻ്റെ മേത്ത് കാലെടുത്ത് വെച്ചിട്ട് പറയൂ, നീ എൻ്റെ സ്ലേവ് ആകണം, എൻ്റെ മ്യൂസിക് സ്ലേവ് ആകണമെന്ന് നമ്മുടെ ബ്രൂക്കിനോട് പറയും. പക്ഷേങ്കിൽ അത് കേട്ടതെന്ന് നമ്മുടെ ബ്രൂക്ക് അത് റിഫ്യൂസ് ചെയ്യുകയും ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, ബ്രൂക്കിന് ലൂഫിനോടുള്ള ലോയാലിറ്റി കാരണം. പക്ഷേങ്കിൽ ഈ സീൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഉടൻ തന്നെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ബ്രൂക്ക് നമ്മുടെ ഗംഗുവിനോട് പാൻറ്റീസ് കാണിച്ചില്ല ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ജിംബെ ഈസ് ട്രൈയിങ് ടു ഫൈൻഡ് എ വേ ടു ഡിഫീറ്റ് ഗംഗു. ഈ സമയത്ത് നമ്മുടെ ജിംബെ ഒരു വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഗംഗുവിനെ ഡിഫീറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ എൽബാഫിൽ ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ജിംബെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്ന വെച്ച് കാണാൻ കഴിയും. ഞാനിങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ വാനോന് ശേഷം ജിംബയ്ക്ക് കാര്യമായിട്ടുള്ളൊന്നും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ ഗംഗുവായിട്ട് ഇപ്പോൾ ജിംബെ ഒരു ടഫ് ഫൈറ്റ് തന്നെ ഏർപ്പെടാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ സമേഴ്സ് അനൗൺസ് ദാറ്റ് ദേ നൗ ഹാവ് 10 children ഇൻക്ലൂഡിങ് ഗബാൻസ് സൺ. To free them, they must destroy Elbaf schools and libraries and swear loyalty to the world government. ഈ ടൈമിൽ തന്നെ നമ്മുടെ സമേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റ് ആരംഭിക്കുകയാണ്. സമേഴ്സ് പറയാണ്, നിങ്ങളുടെ 10 ചിൽഡ്രൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അതിൽ നമ്മുടെ ഗബാൻ്റെ കുട്ടി കൂടെ ഉണ്ട്. അവരെ ഞങ്ങൾ ഫ്രീ ചെയ്യണമെങ്കിൽ നിങ്ങൾ എൽബാഫിലെ സ്കൂളും അതുപോലെ തന്നെ ലൈബ്രറിയും നശിപ്പിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ വേൾഡ് ഗവൺമെൻറ് ഭാഗത്ത് ചേരുകയും വേണം. അപ്പോൾ നമ്മുടെ ഗോഡ്സ് നൈറ്റ് നമ്മുടെ ഫൈനൽ വാറിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജയൻറ്റിനെ അവരുടെ ഭാഗത്തേക്ക് ആക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവരെയൊക്കെ ഫ്രീ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജയൻസ് എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് നമുക്കെന്തായാലും അടുത്ത ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുമോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് കുട്ടികളെ ഫ്രീ ചെയ്യാൻ ശ്രമിക്കുമോ എന്ന് നോക്കാം. The chapter ends with Gaban and Robin preparing to fight. Robin and Gaban know that won't let it happen as they had to battle. അടുത്ത സീനിൽ നമ്മുടെ റോബിനും അതുപോലെ തന്നെ ഗബാനും കൂടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുകയാണ്. റോബിനും ഗബാനും അറിയാം ഇത് ഒരിക്കലും നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ബാറ്റിൽ ഫീൽഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഗബാൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയും അടുത്ത ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് വെറും ഒരു ബ്രീഫ് സ്പോയിലർ മാത്രമാണ്. അപ്പോൾ നമ്മുടെ മുഴുവൻ ചാപ്റ്ററും വെള്ളിയാഴ്ച ഇറങ്ങും. അപ്പോൾ മാത്രമേ നമുക്ക് മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മറ്റൊരു സമയത്ത് കാണുന്നത് ബൈ ബൈ.